ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. കഴിഞ്ഞ ദിവസത്തെ എന്ന് പറയുമ്പോൾ ഒരു വീക്കെൻഡ് ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിച്ചണിലാണ്, ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്പത്തിൻ്റെ കൂടെ ഷെയർ ചെയ്തൊരു കറിയാണ്. അപ്പോൾ ഇന്ന് സെയിം കറി കുറച്ചെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് ഇന്ന് പൂരിയുമായിട്ട് റെഡിയാക്കി കഴിക്കാനാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എഗ്ഗ് മുട്ടക്കറി, ഈ മുട്ടക്കറിയും ചേർത്തിട്ടാണ് ഇന്ന് പൂരിയുടെ കൂടെ കറിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് മാവ് കുഴച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പൂരി പൊരിച്ച് കോരാൻ പോവാണ്. കുറേ ദിവസം കൂടിയിട്ടാണ് പൂരി, സാധാരണ നമ്മൾ പുട്ട്, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ഉപ്പുമാവ്, അപ്പം, അങ്ങനെയുള്ള ആ വക ഐറ്റംസ്, അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പമുള്ള പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കൂടുതൽ ഇവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് പൂരി എന്തോ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് പൂരി റെഡിയാക്കുന്നത്. അപ്പോൾ ഇക്കാക്കും മക്കൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണല്ലോ. അപ്പോൾ റെഡിയാക്കുകയാണ്. ഞാൻ പൂരി റെഡിയാക്കിയത് 2 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്തു. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിക്കും ഒരു അര അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ പൂരിക്ക് കുഴച്ചത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ഫ്ലഫി ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഓരോന്നോരോന്നായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. ഞാൻ പൊരിച്ച് കാസ്ട്രോളിലേക്കൊന്നും മാറ്റുന്നില്ല. നമ്മൾ പൊരിക്കുന്ന അനുസരിച്ച്, ചൂടോടുകൂടി പൊരിക്കുന്ന അനുസരിച്ച് കഴിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പൂരിയിൽ ചിലർ വളരെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റവയൊക്കെ ചേർക്കുമല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷൻ ആണ്. എനിക്ക് പൂരിയിൽ റവ ചേർക്കുന്നത് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ പൂരിയിൽ മൈദ ചേർക്കുന്നവരുണ്ട്, അതായത് ഗോതമ്പ് പൊടിയുടെ കൂടെ മൈദയും കൂടെ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ അതും നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ നമുക്കിങ്ങനെ തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം ചെയ്യുമ്പോൾ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ഫ്ലഫി ആയിട്ടുള്ള പൂരീസ് കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ മൈദ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഗോതമ്പ് പൊടിയിൽ തന്നെ ആക്കിയെടുക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ്. ഞാൻ ഗോതമ്പ് പൊടി മാത്രം ചേർത്തിട്ടാണ് പൂരി റെഡിയാക്കാറ്. ഇതിലേക്ക് മൈദയോ അതുപോലെ തന്നെ റവയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു. ഞാനൊരു 3 പൂരിയും അതുപോലെ തന്നെ മുട്ടക്കറിയും 1 കപ്പ് ചായയുമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ലഞ്ചിന് ഞാൻ ചോറ് കഴിക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ പൂരിയും ചായയും മുട്ടക്കറിയൊക്കെ കഴിച്ചത് അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ്, ഒരു 11 മണിയോട് കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചോറ് കഴിക്കുന്നില്ല. അപ്പോൾ ലഞ്ച് എന്നാൽ സ്കിപ്പ് ചെയ്യുന്നില്ല, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച്, എൻ്റെ കയ്യിൽ കുറച്ച് കുഞ്ഞൻ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ മത്തി കുറച്ച് പാനിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് കുഞ്ഞൻ മത്തി മുറുക്കി പൊരിക്കുകയാണ്. ഫ്രഷ് ആയിട്ട് വാങ്ങിച്ച കുഞ്ഞമത്തിയാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ഫ്രഷ്നെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കത്തേന്, ചോറ് വേണ്ടെങ്കിൽ പോലും ഉച്ചക്കത്തേന് ദോശയുടെ കൂടെ കുഞ്ഞമത്തി റെഡിയാക്കുകയാണ്. അപ്പോൾ വളരെ തിന്നായിട്ട് 2 ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തേക്കൊക്കെ പോയി, ഇക്കാക്കും ലഞ്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ ഞാൻ എനിക്ക് ചോറായിട്ട് ഒന്നും എടുക്കുന്നില്ല. അപ്പം ഞാനിതാ 2 ദോശയുടെ മാവുണ്ടായിരുന്നു, അതുകൊണ്ട് 2 ദോശ, വളരെ തിന്നായിട്ടുള്ള 2 ദോശയും അതുപോലെ തന്നെ കുഞ്ഞൻമത്തി കുറച്ച് കൂടുതൽ എടുത്ത് കഴിക്കും. ഈ ഒരു ബാച്ച് ഞാനങ്ങ് പൊരിച്ചേക്കാണ്. അപ്പോൾ അത് കഴിക്കും, കുറച്ച് കൂടുതൽ എണ്ണം കഴിക്കും. പിന്നെ അതിലേക്ക് ടൊമാറ്റോ ചട്നി, കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ്. നമ്മൾ വറ്റൽമുളകും സവോളയും തക്കാളിയും ഒക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിയതിന് ശേഷം
എന്താണ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നി. പിന്നെ ഇതാ കുറച്ച് സാമ്പാർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുഞ്ഞൻ മത്തി വറുത്തതും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ചിന് ഞാൻ കഴിക്കുന്നത്. പിന്നെ ഇന്ന് വീക്കെൻഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡിന്നറും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തുനിന്നായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീക്കെൻഡ് ആവുകയാണെങ്കിൽ നമ്മൾ വീക്ക് ഡേയ്സിൽ കംപ്ലീറ്റ് ഹോംലി മീൽസാണ്, 3 നേരവും 4 നേരവും ഒക്കെ വീട്ടിൽ തന്നെയാണ് കുക്കിങ്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴത്തേനും ഞാനും ഒരു ബ്രേക്ക് എടുക്കും. അപ്പം ഞാൻ സാധാരണ ഫ്രൈഡേയ്സിലോ അതുപോലെ തന്നെ സാറ്റർഡേയ്സിലോ അല്ലെങ്കിൽ സൺഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ബാക്കി ലഞ്ചൊക്കെ മക്കളെ ഇട്ടുകൊണ്ട് ലഞ്ച് ടൈമിലൊന്നും നമുക്ക് റെഡിയായി ഇറങ്ങൽ അത്ര നടക്കുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡിന്നറിന് പുറത്തുനിന്നായിരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റായിട്ട് ലഞ്ചൊക്കെ മതിയല്ലോ, നമ്മൾ എന്തായാലും പുറത്തേക്ക് പോയി കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇത് വളരെ സ്പെഷ്യലാണ്. നാട്ടിൽ നിന്ന് അമ്മച്ചി കൊടുത്തു വിട്ട നമ്മുടെ ഇടനേല അപ്പമാണ്. അപ്പോൾ ഒരു ഫ്രണ്ട് വന്നിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തായിരുന്നു, കുറച്ച് മൽബറി കൊടുത്തു വിട്ടിരുന്നു. അതുപോലെ തന്നെ ഇടനേലയപ്പം കൊടുത്തു വിട്ടു. പിന്നെ കുറച്ച് നല്ല ഫ്രഷായിട്ട് കുറച്ച് ചക്കക്കുരു അത് കീറി വറ്റിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് നെക്സ്റ്റ് എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ചോറും കറിയും ഉണ്ടാക്കുന്ന ദിവസം ഞാൻ എൻ്റെ ചക്കക്കുരു കറിയായിട്ട് ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ പലയിടത്തും ഇതിന് പല പല പേരുകളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇലേനെ ഞങ്ങളുടെ ഭാഗത്തേക്ക് പറയുന്നത് ഇടനേല എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെ ഇടനേലയപ്പം എന്നാണ് പറയാറ്. അപ്പോൾ പിന്നെ ചിലയിടത്ത് ഇതിനെ ചക്കയപ്പം എന്ന് പറയാറുണ്ട്. പിന്നെന്താ, അങ്ങനെ പല പല പേരുകളിൽ പറയാറുണ്ട്. അപ്പം ഓരോ പല പ്രദേശങ്ങളിൽ പല ജില്ലകളിൽ പല പ്രദേശങ്ങളിൽ പല പല പേരാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ബൗള് ഒരു 5-6 എണ്ണം, ഒരു 8-10 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് കഴിച്ചു, ഇതിന് മുന്നേ കുറച്ച് കഴിച്ചു. ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ തീരുന്നതിന് കുറച്ച് മുന്നേ ബാക്കിയുള്ള പോർഷൻ ഞാനിതാ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ പുറത്ത് ഷാർജയിൽ ഒരു ന്യൂ ഡെസ്റ്റിനേഷനൊക്കെ കണ്ടുപിടിച്ച് അവിടെ നമ്മൾ പുറത്ത് ഒക്കെ പോയി കുറേ നേരം എക്സ്പ്ലോർ ചെയ്തു. അടിപൊളി തണുത്ത ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മളൊരു ഒരു ടർക്കിഷ് അറബിക് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തപ്പോൾ വൻ ക്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ശ്രമം മതിയാക്കിയിട്ട് നമ്മൾ കിസൈസിൽ തന്നെ ചായക്കട എന്ന് പറയുന്ന വേറൊരു റെസ്റ്റോറൻറ്റ്, തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. കാരണം ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, ഇനിയും വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് വെറൈറ്റി ആയിട്ട് കുറച്ച് ടർക്കിഷ് അറബിക് ഫുഡ് കഴിക്കാനൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാന്. അപ്പോൾ അത് നടന്നില്ല. അങ്ങനെ നമ്മൾ ചായക്കട റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ പോയപ്പോഴത്തേനും ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ കല്ലപ്പവും അതുപോലെ തന്നെ ഫിഷ് മാംഗോ കറിയുമായിരുന്നു. പിന്നെ പാൽ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊത്തു പൊറോട്ട ആയിട്ടും ചിക്കൻ കറി ആയിട്ടും ബീഫായിട്ടും അങ്ങനെ ഞങ്ങൾ കുറച്ച് കൂടുതൽ പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ മിക്സ് ചെയ്ത് പല പല ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. എല്ലാത്തിൽ നിന്നും കുറച്ച് ടേസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാൽ പൊറോട്ട. പിന്നെ നമ്മുടെ കപ്പ ബിരിയാണി, അങ്ങനെ എന്തൊക്കെയോ പല പല ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിലെ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഫുഡെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ഫുഡ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഒരു സുലൈമാനിയും കൂടെ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.